നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം. കട്ടപ്പനയിലെ കൊലപാതകങ്ങൾ എന്തിനായിരുന്നു? ചുരുളഴിക്കാൻ പോലീസ്. തെളിവെടുപ്പ് തുടരുന്നു. കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക കിട്ടി. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും പ്രതി. വയനാട്ടിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. വയോധികന് പരുക്ക. ദക്ഷിണേന്ത്യൻ വനം മന്ത്രിമാരുടെ യോഗം ബന്ദിപ്പൂരിൽ. മനുഷ്യ വന്യമൃഗ സംഘർഷം ചർച്ച ചെയ്യും. വർക്കലയിൽ തകർന്നത് 2 മാസം മുമ്പ് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് പാലം. ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഇന്ന്. അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. പാലക്കാട് തച്ചമ്പാറയിൽ മരപ്പണിശാലയിൽ വൻ തീപിടുത്തം. 2 വീടുകളിലേക്കും തീ പടർന്നു. അപകട കാരണം അന്വേഷിക്കുമെന്ന് ഫയർഫോഴ്സ്. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. സകലമാന കേരളത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ കട്ടപ്പനയിൽ നിന്ന് വരുന്ന ആ ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ ചുറ്റിക കണ്ടെടുത്തു. പ്രതിയെ കട്ടപ്പനയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ 3 പേരാണ് പ്രതികൾ. നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, എല്ലാവരെയും ഞെട്ടിക്കുന്ന, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം ആണ് നടന്നത്. 2 കൊലപാതകങ്ങൾ അവിടെ നടന്നു. ഈ ഇലന്തൂർ നരബലി കേസൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ ഒരു വിഷയത്തെയും കാണണമോ? എന്താണ് ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് പറയുന്നത്? തീർച്ചയായും വിചാര ക്രിയകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ നടന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കൊലപാതകങ്ങൾക്ക് ഇത്തരം ക്രിയകളുമായോ നരബലിയുമായോ ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്, 9 മാസങ്ങൾക്ക് മുൻപാണ് വിജയൻ കൊല്ലപ്പെട്ടത്. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. 2016 ഈ പെങ്ങളുടെ വിഷ്ണു വിജയന്റെ സഹോദരിക്കുണ്ടായ കുട്ടീനെ കഴുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അത് 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് അന്ന് കൊലപ്പെടുത്തിയത്. അന്ന് ഈ പ്രതിയായ നിതീഷിന് കൂട്ടുനിന്നത് ഈ കഴിഞ്ഞിടെ കൊല്ലപ്പെട്ട വിജയനാണ്. വിജയൻ ആണ് കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചത്. തുടർന്ന് നിതീഷ് മുഖത്തും വായും കൈ അമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് 9 മാസങ്ങൾക്ക് മുൻപ് ഇവർ ഈ വിഷ്ണു വിജയനും നിതീഷും ഒപ്പം ഇവരുടെ ഭാര്യ ഈ വിഷ്ണുവിന്റെ അമ്മയും ചേർന്ന് ഈ വിജയനെ കൊലപ്പെടുത്തുകയായിരുന്നു. ചുറ്റിക കൊണ്ടാണ് അടിച്ചത് കൊലപ്പെടുത്തിയത്. ഇത് സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ആദ്യമായി ലഭിക്കുന്ന സൂചന. ഇവർ മുൻപ് കട്ടപ്പനയിൽ താമസിച്ചിരുന്ന വീട് വിറ്റിരുന്നു. അതിനെ തുടർന്നുള്ള പണം അടക്കം വിജയന്റെ കൈവശം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം ചുറ്റിക കൊണ്ട് വിജയനെ കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു. വലിയ ആശയില്ലാതെ തന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ വീട് കുത്തിപ്പൊളിച്ച്, കോൺക്രീറ്റ് കുത്തിപ്പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകളിൽ തന്നെ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ വീടിനുള്ളിൽ പ്രവേശിച്ച പോലീസ് മുഖ്യമന്ത്രി നമുക്ക് നൽകുന്ന വിവരങ്ങൾ വീട് പൂർണ്ണമായും വലിയ വിവരങ്ങൾ, പ്രത്യേകിച്ചും വലിയ ദുരൂഹത നിറഞ്ഞ സാഹചര്യങ്ങളാണ് വീട്ടിലുള്ളത്. പല പൂജകൾ നടന്ന ലക്ഷണങ്ങൾ ഈ വീട്ടിൽ കാണുന്നുണ്ട്. അപ്പം വീടിന്റെ മുൻവശത്തെ വാതിലുകളെല്ലാം പൂർണ്ണമായും കൂട്ടിയ അടച്ച അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ ഈ 2 സ്ത്രീകൾ താമസിക്കുന്ന വിവരം പുറലോകത്തിന് അറിയുന്നിരുന്നില്ല. ഈ മോഷണ സംബന്ധമായി ബന്ധപ്പെട്ട പോലീസ് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തുടരുന്ന ദുരൂഹത എന്ന് പറയുന്നത് ഇതാണ്. ഈ വീട്ടിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അയൽവാസികൾക്ക് പോലും അറിവില്ലാതിരുന്ന ഒരു കാര്യമാണ്. ഇവർ ഈ നാട്ടിലേക്ക് താമസം മാറി വന്നവരാണോ? എത്ര കാലമായി ആ ഒരു പരിസരത്ത് താമസിക്കുന്നുണ്ട്? ഈ വിഷ്ണുവിനെ പറ്റിയും ഈ വിജയനെ കുറിച്ചുമൊക്കെ അവർക്ക് അറിയാമായിരുന്നു. എന്താണ് അവർക്ക് ഉള്ള വിവരം? ഈ ഒരു മോഷണ കേസാണല്ലോ ഈ വലിയ 2 കൊലപാതകത്തിന്റെ വാർത്തകളിലേക്ക് ഈ അന്വേഷണത്തെ എത്തിച്ചത്. ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം അതെങ്ങനെ ഈ ഒരു കൊലപാതക കേസിലെ ചുരുളഴിക്കുന്നതിലേക്ക് എത്തി എന്നാണ് പോലീസ് പറയുന്നത്? തീർച്ചയായും കട്ടപ്പനയിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് എന്റെ ചുരുളുകൾ അഴിയുന്നത്. അന്ന്
ഈ മോഷണവുമായി ബന്ധപ്പെട്ട് മോഷണം നേരിൽ കാണുന്നുണ്ടായിരുന്ന നാട്ടുകാർ, അതായത് മോഷണം നടന്ന സ്ഥാപനത്തിന്റെ ഉടമ ഇവരെ കാണുകയും തുടർന്ന് ഇവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ, അതായത് വിഷ്ണു വിജയനെ ഇവർ കീഴ്പ്പെടുത്തുകയും പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു. അതേ പക്ഷേ കൂട്ടുപ്രതി ഇവിടെ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാളെ ഈ വീടിന്റെ പരിസരത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ അന്ന് നിതീഷ് അറസ്റ്റ് ചെയ്ത സമയത്ത് വലിയ തോതിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതായത് താരിയുടെ ഉള്ള ആളല്ലെന്നും എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നതും ഒക്കെ തരത്തിലാണ് പോലീസിനോട് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പിന്നീട് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. ഫോൺ ഉപയോഗിക്കുന്നില്ല, ഫോൺ തന്നെ ഓഫാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഫോൺ പോലീസ് പരിശോധിച്ചപ്പോൾ ഇത് ഫോണിൽ ചാർജ് ഉണ്ടായിരിക്കും, മനഃപൂർവ്വമായി ഇയാൾ ഓഫ് ചെയ്തിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് പോലീസ് അന്ന് കട്ടപ്പന പോലീസ് കൃത്യമായ ഒരു അന്വേഷണം അവിടെ ശ്രമം നടത്തുകയും ഇയാളെയും കൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ പോലും ഈ വീട് പുറത്തുനിന്ന് തന്നെ പൂട്ടിയിരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരാൾ അവിടെ താമസിക്കുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് പോലീസ് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ആളുമായി ബന്ധപ്പെട്ട് ഈ വീട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ തുറന്നപ്പോൾ മാത്രമാണ് ഇവിടെ രണ്ടുപേർ കൂടി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പോലീസിന് അറിയാൻ സാധിച്ചത്. അപ്പൊ നാട്ടുകാരോടുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വിവരങ്ങൾ അത് നാട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. വിഷ്ണു വിജയനും അയാളുടെ പിതാവായ വിജയനും മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നും ഒരു സഹോദരിയുണ്ട്, പക്ഷെ ആ സഹോദരി മറ്റു ജോലിക്ക് വേറൊരു പ്രദേശത്താണെന്നുമാണ് ഇവരെ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും, അമ്മയും ഈ സഹോദരി വീട്ടിലുണ്ടായിരുന്ന ഇവരും തൊട്ട അയൽവാസികൾക്ക് പോലും അറിഞ്ഞിരുന്നില്ല. കാരണം ഇവർ പുറത്തേക്ക് ഇറങ്ങുകയോ അതിനുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവർ രാവിലെ പോകുന്ന അവസരങ്ങളിൽ പോലും വീട്ടിൽ നിന്ന് ഇവരെ ആരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ആൾക്കാർ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ആരെയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നാട്ടുകാർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിവരം നാട്ടുകാർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. എന്തായാലും ഇവർ ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണയിലാണ്, ഹോമിലാണ്. ഈ വിഷയത്തിൽ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിജയന്റെ ഭാര്യയ്ക്കും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്ന പ്രതിയാണ് ഇവരും പ്രതിപക്ഷത്തിലേക്ക് വരുന്നു. ഒപ്പം കുഞ്ഞിനെ, നവജാത ശിശുവിനെ 2016 കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മുൻപ് അവർ താമസിക്കുന്ന വീടിന്റെ തൊഴുത്തിനോട് ചേർന്ന് കുഴിച്ചുമൂടുകയാണെന്നാണ് ഈ പ്രതി നൽകിയിരിക്കുന്ന വിവരം. അത് ദുരഭിമാനത്തെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമായിരുന്നു. കാരണം അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ്. അത് പുറലോകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ മാനക്കേട് ഉണ്ടാകും എന്ന നിതീഷും ഈ വിജയനും, കൊല്ലപ്പെട്ട വിജയനും കരുതുകയും അങ്ങനെ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. വിജയനാണ് ഈ പിഞ്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചത്. തുടർന്ന് നിതീഷ് മുഖത്ത് വായിലും കൈകൾ അമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇവിടെ മറവ് ചെയ്യുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്നാലും പോലീസിലേക്ക് ഈ സഹോദരിയും ഒക്കെ നൽകിയ ഒരു വിവരം ഗന്ധർവന് നൽകാനെന്ന പേരിൽ ഇവർ കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെയാണ് അത്തരത്തിലുള്ള സൂചനകൾ ഈ പോലീസിന് ലഭിക്കും, ഇവരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും. ഒപ്പം ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ആള് പോലീസിനോടൊപ്പം വന്ന ആദ്യത്തെ ദിവസം പരിശോധന നടത്തുകയും അവിടെ ഈ തറയിൽ പുതിയ അടയാളങ്ങൾ കാണുകയും ചെയ്തു. അത് അയാൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപുണ്ടായിരുന്നില്ല എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ഇപ്പോൾ കൊലപാതകത്തിന് ചൂടിൽ അയ്യൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. പ്രിൻസ്, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിലിപ്പോൾ പ്രതിയായിട്ടുള്ള ഈ നിതീഷ്, ബാക്കി എല്ലാവരും കുടുംബാംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ നിതീഷ് ഈ കുടുംബത്തിന് പുറത്തു നിന്നുള്ള ആളാണോ? ഈ കുടുംബവുമായി ഈ നിതീഷ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നിതീഷ് കാലങ്ങളായി അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിനുമായി എത്രത്തിലാണ് ബന്ധം എന്നൊന്നോ വീട്ടിൽ സ്ഥിരമായി വന്നു പോകുന്നു എന്നോ സംബന്ധിച്ച് വ്യക്തതയൊന്നും ഇതുവരെ നാട്ടുകാർക്കും ലഭിച്ചിട്ടില്ല. പോലീസ് അതിനെക്കുറിച്ച് വ്യക്തത നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഈ പല കുറ്റകൃത്യങ്ങളും, മോഷണം അടക്കമുള്ള കാര്യങ്ങൾ നിതീഷ് ആയിരുന്നു വിഷ്ണു വിജയനൊപ്പം ഉണ്ടായിരുന്നു. അപ്പം വിഷ്ണുവിന് നേതൃത്വം വഹിച്ചത് നിതീഷാണ്. അപ്പം വീട്ടിലുള്ള ആഭിചാര ക്രിയകൾക്ക് അല്ലെങ്കിൽ പൂജകൾക്കെല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് നിതീഷാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസ് ഈ കുടുംബവുമായി നിതീഷ് അഭേദ്യമായി ബന്ധമുണ്ടായിരുന്നു. അപ്പം നിതീഷിന്റെ നിയന്ത്രണത്തിലായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇവരെല്ലാവരും തന്നെ, വിഷ്ണു ആണെങ്കിലും ഈ കൊല്ലപ്പെട്ട വിജയനാണെങ്കിലും അടക്കം ഉള്ളവരെല്ലാവരും തന്നെ നിതീഷിന്റെ നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സഹോദരി നിതീഷിനുണ്ടായ കുഞ്ഞാണ് എന്ന തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിച്ചിരുന്നത്. എന്തായാലും നിതീഷിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ കുടുംബം മുൻപോട്ട് പോയിരിക്കുന്നത്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നിതീഷാണ് ഈ കേസുകളിലെല്ലാം ഒന്നാം പ്രതിയുമായി വരുന്നത്. അപ്പം ഈ പിതാവിനെയും കൊലപ്പെടുത്തിയ കേസിൽ വിഷ്ണു വിജയനും പ്രതിയാണ്. അപ്പം വിജയന്റെ ഭാര്യയും ഈ കൊലപാതകത്തിൽ പ്രതിയായിരിക്കുന്നു. അപ്പം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഈ വർഷങ്ങൾക്ക് മുൻപ് 2016 ആണ് ആ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ അടുത്ത ദിവസം തന്നെ, നാളെ തന്നെ ആരംഭിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇവിടെ താമസം മാറിയത്. അതിന്റെ തെളിവുകളൊക്കെ ശേഖരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നൊരു സംശയം പോലീസുണ്ട്. കാരണം ഏതായാലും വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്, 2016 നടന്ന സംഭവമാണ്. എന്നിരുന്നാലും നാളെ കൊണ്ട് തന്നെ ഈ വിഷയത്തിന് കൂടുതൽ ചൂട് കഴിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസുകാരുടെ കാര്യം.
ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിലെ ചുരുളഴിക്കാൻ ഊർജിതമായ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇപ്പോൾ അവർ വാടകയ്ക്ക് വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന വീട്ടിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം നേരത്തെ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചാണ് ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നത്. അവിടെ ഒരു തൊഴുത്തിനോട് ചേർന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇവർ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. അവിടെയും പരിശോധന നടത്തും. എന്തായാലും ചുരുള ഇനിയും അഴിയാനുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഈ നരബലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ ഇവർ തന്നെ നൽകിയ ഒരു സൂചനയാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. പ്രാഥമികമായി നോക്കുമ്പോൾ ഈ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വിജയന്റെ ഭാര്യയും മകനും അതോടൊപ്പം നിതീഷ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും, അത്തരത്തിൽ 3 പേരാണ് ഈ കേസിൽ പ്രതികളായി വന്നിട്ടുള്ളത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഉത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മഞ്ചുമല പഴയകാട് സ്വദേശി രാജയാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുമളി അട്ടപ്പള്ളം സ്വദേശി ജിത്തുവിനെ ശിവരാത്രി ഉത്സവത്തിനിടെയാണ് കുത്തി കൊലപ്പെടുത്തിയത്. മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ വനം മന്ത്രിമാരുടെ യോഗം ഇന്ന് ബന്ദിപ്പൂരിൽ നടക്കും. കേരള, കർണാടക, തമിഴ്നാട് വനം മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുക. 3 സംസ്ഥാനങ്ങളിലെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം വയനാട് പയ്യമ്പള്ളിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വയോധികന് പരിക്കേറ്റിരിക്കുന്നു. പയ്യമ്പള്ളി കോളനിയിലെ സുഗുവിനാണ് പരിക്കേറ്റത്. തലയിലും കൈക്കും മുറിവേറ്റ സുഗുവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെ മൂർത്തിമൂല പാലത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത KCYEMന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഉപവാസ സമരം ആരംഭിച്ചു. ഇടുക്കി രൂപത പ്രസിഡന്റ് ജെറിൻ ജെ പട്ടാങ്കുളം, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അലക്സ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം. പൊതുസമ്മേളനം വികാരി ജനറൽ റവറന്റ് ഫാദർ മോൺ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വന്യമൃഗങ്ങള് കൃഷിയിടങ്ങളിൽ മാത്രമല്ല, കൃഷിയിടങ്ങളിൽ വേല ചെയ്യുന്ന കർഷകരെയും അവര് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇടുക്കിയിലെ യുവജനങ്ങൾ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഉപവാസ സമരം. ശാശ്വതമായ പരിഹാരമാണ് നമുക്ക് ആവശ്യം. താൽക്കാലികമായിട്ട് വന്യമൃഗശല്യത്താൽ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിലെ വന്യമൃഗ സംരക്ഷണ നിയമം 1972 പാസാക്കിയ വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അത് കേന്ദ്രത്തിനെ പറ്റൂ എന്ന് പറയുന്ന ഭരണാധികാരികളും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെയാണ് ഇന്ന് ഇവിടെ വില്ലന്മാരായിത്തീരുന്നത്. സാമൂഹ്യ പ്രവർത്തകരെ വാർത്തെടുക്കുന്ന പരിശീലന കളരിയിൽ ഒരു ചെറുകഥ അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ ടൂറിസം സെക്രട്ടറി ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. കടലിൽ വീണ് പരിക്കേറ്റ 15 പേർ ചികിത്സയിലാണ്. ഇന്നലെയാണ് ശക്തമായ തിരയിൽ പാലത്തിന്റെ കൈവരി തകർന്നത്. കോഴിക്കോട് വടകരയിൽ പോലീസ് വാഹനം തീവെച്ച് നശിപ്പിച്ചു. വടകര ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനമാണ് തീവെച്ച് നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. വടകര താഴെ അങ്ങാടിയിലും കടയ്ക്ക് നേരെ തീവെപ്പ് ശ്രമം ഉണ്ടായി. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. കോഴിക്കോട് കൊടുവള്ളിയിൽ പണി നടക്കുന്ന വീടിന്റെ സൺഷെയ്ഡ് സ്ലാബ് അടർന്നു വീണു. വിദ്യാർത്ഥി മരിച്ചു. ആറങ്ങോട് അയ്യപ്പൻകാവ് മനോജ് ശോഭന ദമ്പതികളുടെ മകൻ അഭിൻദേവാണ് മരിച്ചത്. വീട് വൃത്തിയാക്കുന്നതിനിടെ നിർമ്മാണം നടക്കുന്ന 2ാം നിലയുടെ സ്ലാബ് അടർന്നു വീഴുകയായിരുന്നു. സ്ലാബിനടിയിൽ അകപ്പെട്ട അഭിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുവള്ളി ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിൻ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം.
ഗോവിന്ദൻ മാസ്റ്റർ, സജിത മോഹൻകുമാർ. തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ പാലക്കാട് തച്ചമ്പാറ പൊന്നംകോടിൽ മരപ്പണിശാലയിൽ വൻ തീപിടുത്തം. പൊന്നംകോട് കല്ലഞ്ചോലയിലുള്ള കുര്യന്റെ ഉടമസ്ഥതയിൽ വീടിനോട് ചേർന്നുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത്. രാത്രിയിലുണ്ടായ തീപിടുത്തം പുലർച്ചെയാണ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തുള്ള 2 വീടുകളിലേക്കും തീ പടർന്ന് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കോങ്ങാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ യൂണിറ്റ് വീതം ഫയർഫോഴ്സ് എത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ പൂർണ്ണമായും തീ കെടുത്തിയത്. അപകട കാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇനിയും ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നു. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം വരാതെ നോക്കണമെന്നും നിർദ്ദേശമുണ്ട്. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിക്കുന്നു. മാഹി തലശ്ശേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 18.6 കിലോമീറ്ററിൽ 1543 കോടി രൂപ ചെലവിട്ടാണ് ബൈപ്പാസ് നിർമ്മിച്ചത്. 4.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ദേശീയപാതയിലെ മാഹിയിലെയും തലശ്ശേരിയിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതാണ് മാഹി തലശ്ശേരി ബൈപ്പാസ്. കോഴിക്കോട് അഴിയൂരിൽ തുടങ്ങി കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് അവസാനിക്കുന്നതാണ് ബൈപ്പാസ്. 1977 തുടങ്ങിയതാണ് സ്ഥലമേറ്റെടുപ്പ്. 2018 നവംബറിലാണ് നിർമ്മാണം തുടങ്ങിയത്. 4 പാലങ്ങളും 21 അടിപ്പാതകളുമുണ്ട്. ഒരു റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസിലുണ്ട്. 85.5 ഏക്കർ ഭൂമിയാണ് ബൈപ്പാസിനായി ഏറ്റെടുത്തത്. 1543 കോടി രൂപ ചെലവഴിച്ചു. 45 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. തിങ്കളാഴ്ച പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 60 രൂപയാണ് ടോൾ നിരക്ക്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്ക് യാത്രാസമയം കുറയ്ക്കാൻ ബൈപ്പാസ് ഉപകരിക്കും. ന്യൂസ് 18 മാഹി. കൊല്ലം ചിതറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. ആലപ്പുഴ പുളിക്കണക്ക് സ്വദേശി സുധീഷാണ് പിടിയിലായത്. 4 വർഷമായി പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. പ്രതിയെ കടയ്ക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടത്ത് തോട്ട പൊട്ടി ഒരാൾ മരിച്ചു. കമ്പമെട്ട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. അണക്കര സ്വദേശി ജയമോന് ഗുരുതര പരിക്കേറ്റു. കാമാക്ഷി വിലാസം കോണ്ടിനെന്റൽ എസ്റ്റേറ്റിൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. കുഴൽക്കിണർ ജോലിക്കായി എത്തിയതായിരുന്നു ഇരുവരും. വെള്ളം കുറവായതിനെ തുടർന്ന് തോട്ട കുഴൽക്കിണറിലേക്ക് പൊട്ടിച്ച് ഇടുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. വടക്കൻ കേരളത്തിൽ ഇനി പൂരോത്സവത്തിന്റെ കാലമാണ്. കണ്ണൂർ പയ്യന്നൂർ തലയന്നേരിക്കാവിലെ വലിയ കഞ്ഞി പൂരോത്സവത്തിലെ അപൂർവ ചടങ്ങാണ്. സന്താന സൗഭാഗ്യത്തിനായി ദമ്പതിമാർ നേരുന്ന നേർച്ചയാണ് വലിയ കഞ്ഞി. ഉത്തര മലബാറിലെ പ്രധാന കാവുകളിലൊന്നായ കണ്ണൂർ പയ്യന്നൂർ തലയന്നേരിക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യം ഒരുങ്ങി. മീനമാസത്തിലെ കാർത്തിക നാളിന് മുമ്പുള്ള 16 ദിവസങ്ങളിലെ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യം ഒരുക്കുന്നത്. പ്രാർത്ഥനയിലൂടെ സന്താന സൗഭാഗ്യം ലഭിച്ചവരാണ് വലിയ കഞ്ഞിക്കുള്ള വിഭവങ്ങൾ നൽകുന്നത്. സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതിമാർ നേരുന്ന ഒരു പ്രാർത്ഥനയാണ് വലിയ കഞ്ഞി എന്ന് പറയുന്നത്. അതായത് സന്താന സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ സദ്യക്കാവശ്യമായ സാധനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരും വലിയൊരു കഞ്ഞി ഉണ്ടാക്കുകയും അത് എല്ലാവർക്കും ജാതിമതമേരെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. വലിയ കഞ്ഞിക്ക് ആവശ്യമായ അരി, ചക്ക, ചേന, പച്ചക്കായ, പച്ചമാങ്ങ, മത്തൻ, വെള്ളരി, കക്കിരി, തേങ്ങ, എണ്ണ, തൈര് തുടങ്ങിയ സാധനങ്ങൾ സ്ത്രീകൾ ആഘോഷമായാണ് ക്ഷേത്രത്തിലെത്തിക്കുക. ക്ഷേത്രനടയിൽ സമർപ്പിക്കുന്ന വിഭവങ്ങൾ അന്തിത്തിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധി വരുത്തും. തുടർന്ന് സമീപ ക്ഷേത്രങ്ങളിലേക്ക് ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. വൈകുന്നേരം പൂരക്കളി പരിശീലനം കഴിയുന്നതോടെയാണ് വലിയ കഞ്ഞി വിളമ്പുക. ന്യൂസ് 18 പയ്യന്നൂർ.
ഇനി നൂലുകൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. മാക്രമേ ആർട്ട് എന്ന ബിസിനസ്സിലൂടെ ലാഭം കൊയ്യുകയാണ് ഗുരുവായൂർ സ്വദേശിനി ഷീബ. വീട്ടിലിരുന്ന് കുറഞ്ഞ ചിലവിൽ നൂലുകൾ കൊണ്ട് വിസ്മയം തീർത്താണ് ഷീബ സ്വയം പര്യാപ്തത നേടിയത്. ഗുരുവായൂർ കൊരഞ്ഞിയൂർ സ്വദേശിനി ഷീബ മാക്രമേ ബിസിനസ് തുടങ്ങിയിട്ട് 3 വർഷമായി. ആദ്യഘട്ടത്തിൽ നേരം പോക്കായി ആരംഭിച്ച പ്രവൃത്തിയാണ് പിന്നീട് ബിസിനസ്സായി വളർന്നത്. വീടിന്റെ ഒരു മുറി മുഴുവൻ ബിസിനസ്സിനായി ഉപയോഗപ്പെടുത്തിയാണ് ഈ വീട്ടമ്മ വിജയം കൊയ്യുന്നത്. പ്രത്യേകമായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മമാര് എന്ന ആ ഒരു ലേബലിൽ നമ്മൾ വീട്ടിൽ തന്നെ അടങ്ങി കൂടി ഇരിക്കാതെ നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡള്ളായിട്ട് പോവും. അങ്ങനെ ഇല്ലാതെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. മാക്സിമം ഇങ്ങനെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലുമുള്ള ജൂട്ടുനൂലുകൾ ഉപയോഗിച്ചാണ് മാക്രമേ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നത്. വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാനുള്ള കരകൗശല അലങ്കാര രീതിയായി മാക്രമേ പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു. ഷീബയുടെ കലാവിരുതിന് വീട്ടുകാരും സുഹൃത്തുക്കളും പ്രോത്സാഹനം നൽകിയതോടെ ബിസിനസ്സാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ ഹൗസ് വാമിങ്ങിന് കുറേ പ്രോഡക്റ്റ്സ് അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ റിലേറ്റീവ്സും എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇതായി, നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൂടി. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. സ്വയം തൊഴിൽ സംരംഭം എന്ന രീതിയിൽ നാട്ടിലും സജീവമാണ് മാക്രമേ ആർട്ട്. ഷീബയുടെ അലങ്കാര വസ്തുക്കൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് 18 ഗുരുവായൂർ. ഇടിച്ചു നേടാനല്ല, ജീവിതത്തിൽ ജയിച്ചു കയറാനാണ് ഈ വീട്ടമ്മമാർ കരാട്ടെ പരിശീലിക്കുന്നത്. സധൈര്യം മുന്നോട്ടു പോകാൻ ഇവർക്ക് കരുത്താകുന്നത് ഈ കരാട്ടെയാണ്. കുടുംബശ്രീയുടെ ധീരം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ വീട്ടമ്മമാർക്കായി ഒരുക്കുന്ന കരാട്ടെ പരിശീലനത്തിന്റെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. 1 വർഷമായി തീവ്ര കരാട്ടെ പരിശീലനത്തിലാണ് കുഞ്ചിത്തണ്ണിയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. 20ഓളം പേർക്ക് വിവിധ ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. ചെറുപ്പത്തിലെ പ്രതിരോധ മുറകൾ പരിശീലിച്ച് കൊച്ചുകുട്ടികളും ഇവർക്കൊപ്പമുണ്ട്. 6 വർഷമായി ഈ രംഗത്തുള്ള ആളാണ് പരിശീലക. ഇപ്പം ധീരം പ്രോജക്റ്റ്, കുടുംബശ്രീയുടെ ധീരം പ്രോജക്റ്റിലാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് ഏകദേശം 1 കൊല്ലമായിട്ട് പഠിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവർ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പാട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ധീരം പ്രോജക്റ്റ്. ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ തനിച്ച് ഒരിടത്ത് പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി കരാട്ടെ പഠിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടാൻ പ്രതിരോധ മാർഗങ്ങൾ ഇവർ പരിശീലിച്ചു കഴിഞ്ഞു. തുടർച്ചയായ പരിശീലനത്തിലൂടെ മനസ്സും കൂടുതൽ കരുത്താർജിച്ചു എന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത്. കരാട്ടെ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതലൊരു ധൈര്യം, പുറത്തിറങ്ങി എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, നേരിടാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു പരിശീലന മാർഗത്തിലൂടെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള വശം ഞങ്ങൾ കാണുന്നത്. ബ്ലാക്ക് ബെൽറ്റ് നേടി മികവ് തെളിയിക്കുന്നതിനോ എതിരാളിയെ ഇടിച്ച് നിലംപരിശാക്കുന്നതിനോ അല്ല ഇവരുടെ പരിശീലനം. സ്വയം സുരക്ഷിതരാകാനുള്ള മുൻകരുതൽ, ഒപ്പം സ്വയം കരുത്താർജിക്കാനും. ന്യൂസ് 18 ഇടുക്കി. ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആഗസ്റ്റിൽ കൊച്ചിയിൽ നടക്കും. വേൾഡ് ബോക്സിംഗ് കൗൺസിലും നാഷണൽ സ്പോർട്സ് മിഷനും ചേർന്ന് നടത്തുന്ന ചാമ്പ്യൻഷിപ്പിന്റെ പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. അന്തർദേശീയ താരങ്ങളായ ഹന്ന ഗബ്രിയേൽ, ആഗ്രോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അന്തർദേശീയ താരങ്ങൾ പങ്കെടുക്കുമെന്ന് നാഷണൽ സ്പോർട്സ് മിഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിജു മാത്യു പറഞ്ഞു. മത്സരം നേരിട്ട് കാണാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. Organize persons. Thank you so much. Thank you very much. Your hands together for Shiju Matthew as he takes over. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പുതിയ അക്കാദമിക് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. കിഫ്ബിയിലൂടെ 1ാം ഘട്ടമായി ലഭിച്ച 15 കോടി രൂപ വിനിയോഗിച്ചാണ് അക്കാദമിക് കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. വിക്ടോറിയ കോളേജിൽ സയൻസ് ബ്ലോക്ക് ഉടൻ നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6050 രൂപ, പവന് 48,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5040 രൂപ, പവന് 40,320 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോഗ്രാമിന് 79,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.